എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി ആരാധനയുടെ ഈ ശുശ്രൂഷയിലൂടെ എപ്പോഴും അന്വേഷിക്കുന്നത് കർത്താവിനെ എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ഈ പ്രത്യേക ഹൃദയഭാരത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് നമ്മൾക്ക് ജീവിത പ്രതിസന്ധിയിലേക്ക് ദൈവത്തെ എത്രയും വേഗം ഇടപെടുത്താം. ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വശങ്ങളാണ്, കുറച്ച് സാങ്കേതിക വിഷയങ്ങളാണ്, ആധ്യാത്മിക സാങ്കേതിക വിഷയങ്ങളെന്നാണ് ഞാനതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉടമ്പടിയിൽ അന്വേഷിക്കുന്നത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി തന്നെ ഒരു സാങ്കേതിക പ്രാർത്ഥനയാണ്, ടെക്നിക്കൽ പ്രെയറാണ്. നമ്മളതിൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ പേര് തന്നെ ഉടമ്പടി പദ്ധതിയും പ്രയോഗവുമെന്നാണ്. കാര്യം ഇറ്റ്സ് എ പ്രോജക്റ്റ്, അത് പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ വിസിബിലിറ്റി, അതിൻ്റെ ഫലപ്രാപ്തി, ആ ഫലപ്രാപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദൈവാനുഭവത്തിൻ്റെ ഈ മേഖലകളിൽ നമുക്ക് മുമ്പേ സഞ്ചരിച്ചവരെ അനുവർത്തിച്ചിട്ടുള്ള മെത്തേഡുകൾ, രീതിശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായ ഒരു അന്വേഷണമാണ് എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ വരുന്നത്. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ആരാധന ഇവിടെ എല്ലാവരും കൂടുന്നുവോ? മീഡിയയിലെ എപ്പോഴെല്ലാം കൂടുന്നുവോ അപ്പോഴെല്ലാം അവർക്ക് അനുഭവം കിട്ടുന്ന വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനെ ഇപ്പോഴ് ആത്മാവിൽ സ്പർശിക്കണം. അനേകായിരങ്ങള് ഹൃദയം തകർന്ന് മനസ്സ് നുറുങ്ങി ജീവിതം വല്ലാത്ത അവസ്ഥയില് അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർക്ക് കരുത്തായി അവർക്ക് തുണയായി അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുവിന്റെ ശക്തി അവരാഗ്രഹിക്കുന്ന ജീവിത മണ്ഡലങ്ങളിൽ ആരാധനയുടെ സ്വർഗീയ നിമിഷത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യം അനുഭവിക്കാനുള്ള കൃപ കൊടുക്കണമേ. അമ്മയുടെ സ്നേഹം വരുവാനുള്ള കൃപ കൊടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഞാൻ വിശദീകരിച്ചായിരുന്നു. അതായത് എനിക്കതുകൊണ്ട് ആ സാക്ഷ്യം ടീച്ചർ, കോതമംഗലത്തെ ടീച്ചറിൻ്റെ സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ചത്. ആ സാക്ഷ്യം വിശദീകരിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു വിഷയം, ഈ ഉടമ്പടി ധ്യാനത്തിന് സമയാതീതമായിട്ടുള്ള ഒരു അഭിഷേക ശക്തി ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് ആഗസ്റ്റ് 31 11:30 കൂടുന്ന ഈ ധ്യാനമില്ലേ, ഒരു പക്ഷേ നിങ്ങൾ 2025 ഏപ്രിൽ മാസം കൂടുമ്പോഴും ആ മൊബൈലിൽ നിന്ന് എടുത്തിട്ട് ആ ആരാധന കൂടുമ്പോഴും അതേ അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് പറയാൻ കാര്യം, ഇപ്പോൾ കോതമംഗലത്തെ ടീച്ചറിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മതി, വല്ലാത്ത സാക്ഷ്യം. അത് നോക്കിയാൽ മതി. അതിപ്പോഴേ എൻ്റെ 57,000 പേരോടും ഓൾറെഡി ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു. ദാറ്റ് മീൻസ് ജനങ്ങൾ ആ സാക്ഷ്യം ഏറ്റെടുത്തുന്നതാണ് എൻ്റെ അർത്ഥം. ടീച്ചർ പറഞ്ഞു ഒരു കാര്യം എൻ്റെ മനസ്സിനെ എപ്പോഴും ബാധിച്ചത്, ഞാൻ ഇത് ടീച്ചറിൻ്റെയൊക്കെയെന്ന് മാത്രമല്ല വേറെ പല ആൾക്കാരുടെ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ടീച്ചറിൻ്റെ ഒരു പ്രത്യേക രീതി പഴയ ഉടമ്പടി ധ്യാനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ടീച്ചർ അടുക്കളയിൽ TV ഉടമ്പടി ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആരാധനയുടെ സമയമായി കഴിഞ്ഞപ്പോൾ ആരാധനയിൽ അന്ന് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ പറയുന്നുണ്ടായിരുന്നു, അത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാര്യം ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ കർത്താവ് സാമ്പിൾ പോലെ കുറച്ച് സന്ദേശമൊക്കെ തരും, ദർശനമൊക്കെ തരും. അപ്പോൾ അതിൻ്റെ മനസ്സിനെ ഡിസേൺ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഫുൾ അതിനെക്കുറിച്ച് ആന്തരികമായി കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ ഉടനെ അത് സദസ്സിനോട് പറയും. അതായത് ഇന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്, കർത്താവ് അങ്ങനെയുള്ള വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ സ്പർശിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് കണ്ടത് കൈവെള്ള വിയർക്കുന്ന ഒരു ദർശനമാണ്. കൈവെള്ള വിയർക്കുന്നത്, ഞാൻ കൈവെള്ള വിയർക്കുമ്പോൾ അറിയാലോ ഭയങ്കര കാര്യം. ഇപ്പോൾ എല്ലാം ഈ കർപ്പിക്കലെന്ന് പറഞ്ഞാലും പരീക്ഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ടാകും. ഇപ്പം കൈവെള്ള വിയർക്കുന്ന നല്ല കാര്യമല്ലേ, അതിനെക്കുറിച്ചത് അതിൻ്റെ വിഷമം അനുഭവിക്കാത്തവർക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം കൈവെള്ള വിയർക്കുന്നത് അവരുടെ ജീവിതം തന്നെ തീരണ ഒരവസ്ഥയാണ്. കാരണം നമ്മളിങ്ങനെ കറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് വെള്ളം വിയർത്ത് ആ പേപ്പറെ വീഴും. അപ്പോഴേ കറുപ്പിക്കുന്ന സ്ഥലത്ത് വെള്ളം വിയർപ്പ് വീഴുമ്പോൾ അതുടനെ കരച്ചിട്ട് വലുതാകും. അപ്പോൾ ആകപ്പാടെ അതുകൊണ്ട് കമ്പ്യൂട്ടർ ഇത് ഡിക്റ്റേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായി പോകും. ഇങ്ങനെയുള്ള പേപ്പറെല്ലാം കമ്പ്യൂട്ടറിലെ ഡിക്റ്റേറ്റ് ചെയ്യണത്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേരത്തെ കൊടുത്തിരിക്കുന്ന ഡേറ്റ അനുസരിച്ചാണല്ലോ ഡിക്റ്റേഷൻ വരുന്നത്. ഇപ്പോൾ ചെറിയ കുത്തിന് പകരം വലിയ കുത്താണെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഡിക്റ്റേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം ചെയ്ത് അത് പരീക്ഷ എഴുതുന്നവർക്ക് മഷി കൊണ്ട് പേര കൊണ്ട് എഴുതുന്നവർക്ക് ഇതിൻ്റെയൊക്കെ പ്രശ്നമാണ്. കാരണം അക്ഷരത്തിലെല്ലാം വീഴും. അപ്പം ഞാനിങ്ങനെ ഈ വിഷയത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവ് ആരെയോ ഈ മേഖലയിൽ സുഖപ്പെടുത്തുന്നതായിട്ട് തോന്നണ കൊണ്ടാണ് ഞാനിത് പറയണമെന്ന് പറഞ്ഞു. കാര്യം അത് അതായത് ഡിവൈഡ് ഓഫ് എനി ബേസ്മെൻറ്റ്, അങ്ങനെ ഒരു സാക്ഷ്യം, അങ്ങനെയാണ് ഡിസൈൻമെൻറ്റ് ഞാൻ എടുക്കുന്നത്. ഞാനിടയ്ക്കുള്ള ഡിസൈൻമെൻറ്റ് ശാസ്ത്രത്തിൽ അത് തന്നെ പറയണത്. അതായത് നമ്മളുടെ ചിന്തകൾക്ക്, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ദർശനങ്ങൾ, ഇതിന് ഡിവൈഡ് ഓഫ് എനി ബേസ്മെൻറ്റ്, നമ്മൾ നേരത്തെ ചിന്തിച്ചതോ ഇന്നലെ ചിന്തിച്ചതോ ഇപ്പം ചിന്തിച്ചതോ കയറാവുന്ന പ്രാർത്ഥനയിൽ ഓർത്തതോ ഒന്നുമല്ലാതെ കേവലമായിട്ട് വരും. ഒരിടത്തും തട്ടിമുട്ടാതെ കേവല സന്ദേശം വരും. അപ്പം കേവല സന്ദേശം അത് 100% പരിശുദ്ധാത്മാവിൻ്റെ ആയിരിക്കും. അപ്പം അങ്ങനെ എനിക്ക് ആന്തരിക ബോധ്യം കിട്ടുമ്പോൾ ഞാനത് പറയും. അത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഹീലിംഗ്. അങ്ങനെയല്ല ധരിക്കേണ്ടത്. കർത്താവ് ഈ ആരാധനയിലുണ്ട്. ബുദ്ധിയും ബോധവും ഉള്ളവർ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അഭിഷേക നിലവാരത്തിലിരിക്കുന്നവർ ഉടനെ അവിടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയും, ഈ മെസ്സേജിൻ്റെ അർത്ഥം ഈ ആരാധനയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ടുണ്ട്. ആരാധനകളെ ഇപ്പം നിങ്ങൾ എല്ലാ ആരാധനകളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില ആരാധനകൾ യാന്ത്രിക ആരാധനകളാകും. നമ്മളത് യൂട്യൂബിൽ എന്തുമാത്രം ആരാധന കിടക്കണം, അത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ശ്രവണാഭിഷേകം എന്ന് പറഞ്ഞ് വേറെ വിഷയമുണ്ട്. അതായത് കർത്താവ് ഒരു വചനം പറയുമ്പോഴേ അത് ശ്രവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രത്യേക അഡീഷണൽ ഗ്രേസ് തരും. അതാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊക്കെ ഈശോ പറയത്തില്ലേ. ഇപ്പം മത്തായി ശ്രീകാട് സുവിശേഷമില്ലേ 13:9 കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മത്തായി ശ്രീകാട് സുവിശേഷം 13:9 കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്നാ പരിപാടി? എല്ലാത്തിനും ചെവിയില്ലേ? ചെവിയില്ലെന്നാണ് കർത്താവ് പറയണത്. ചെവിയില്ലെന്നാണ് പറയണത്. അതായത് വചനം കേൾക്കുന്നതിന് ദർ ഇസ് എ സ്പെഷ്യൽ ഹിയറിംഗ് അനോയിൻമെൻറ്റ്. ഒരു വചനം കേൾക്കുന്നതിനും ഇപ്പോൾ വചനം പറയുന്നതിന് അനോയിൻമെൻ്റ് ഉള്ളതുപോലെ തന്നെയാണ് വചനം കേൾക്കുന്നതിനും അനോയിൻമെൻ്റ് ഉണ്ട്. നിങ്ങളുടെ ചെവി ഒന്ന് പൊത്തിക്കേ, ഇതിങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിക്കേ.
അച്ഛനോട് ഏറ്റുപറ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ കേൾക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് അങ്ങയുടെ വചനം ആദരവോടെ ആരാധനയോടെ സ്വീകരിക്കപ്പെടുവാനും എനിക്ക് ശ്രവണാഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തിനാണ് ശ്രവണാഭിഷേകം ദൈവം കൊടുക്കുന്നത്? അഥവാ ശ്രവണാഭിഷേകം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യു വിൽ ലോസ്റ്റ് ദ ഡിസൈപ്പിൾഷിപ്പ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. നാമമാത്രം അന്നാട് പുള്ളി ക്രിസ്ത്യാനിയാകാം, ഇല്ലേ? അതിന് കുഴപ്പമൊന്നുമില്ല. അന്നാട് പുള്ളി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നാമമാത്രം ക്രിസ്ത്യാനിയാകാം, അതിന് കുഴപ്പമില്ല. വചനവും വായിക്കാം, അതിന് കുഴപ്പമില്ല. വചനം ഗ്രഹിക്കുക എന്നുള്ളത് അതെന്തോരം ലളിതമായിരിക്കുന്നു. എന്താണ് ശ്രവണാഭിഷേകത്തിൻ്റെ ഗുണം? കഠിന വചനങ്ങൾ ലളിതമാക്കപ്പെടും. പരുത്തവ മൃദുവാക്കപ്പെടുമെന്ന് യോഹന്നാൻ മാതാനയുടെ വചനങ്ങളിലില്ലേ? അതുപോലെ തന്നെ കഠിന വചനങ്ങൾ ബേസിക്കായിട്ട് കഠിനമല്ല. പക്ഷേ ഒരാളിന് ശ്രവണാഭിഷേകത്തിന് ലഭിച്ചിരിക്കുന്ന ആനുപാതികം അനുസരിച്ച് കൊണ്ട് അയാൾക്ക് കഠിനമോ ലഘുവോ ആകാം. ഇപ്പോഴേ ഉദാഹരണം, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈശോ പറയുന്ന ഭാഗങ്ങളില്ലേ, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. അതുപോലെ പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം ഇസ് മൈ ബോഡി, എൻ്റെ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് അത് ലളിതമായിട്ട് തോന്നി, ഒരു പ്രശ്നമില്ല. പത്രോസിന് അത് ലളിതമായിട്ട് തോന്നി, ഒരു പ്രശ്നമില്ല. മത്തായിക്ക് അത് ലളിതമായിട്ട് തോന്നി, ഒരു പ്രശ്നമില്ല. പക്ഷെ വേറെ കുറേ ആൾക്കാരോട് നിൽപ്പുണ്ടായിരുന്നു, ശിഷ്യന്മാരെന്ന വേഷവും കെട്ടിയിട്ട്. അവന്മാർ പറഞ്ഞു, നോ ദിസ് ഇസ് സോ ഹാർഡ്, ഈ വചനം കുറേ കഠിനമാണെന്ന് പറഞ്ഞ്. അതാണ് 6:60 നമ്മൾ വായിക്കണത്. യോഹന്നാൻ്റെ സുവിശേഷം 6:60 ഈ വചനം കഠിനമാണ്. ആർക്കാണ്? അവർക്ക് മാത്രമാണ്. 10 ദിവസം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങേർക്ക് ഒരു വചനം കഠിനമല്ല. എന്താ കാര്യം? അയാൾക്ക് കേൾക്കാനുള്ള ചെവി കിട്ടിയിട്ടുണ്ട്, ശ്രവണാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വചനം ബേസിക്കായിട്ട് ലളിതമാണ്. ചില ആൾക്കാർക്ക് അത് കഠിനമായി മാറുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദർ ഫെയ്ത്ത്. അത് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വചനം അവർക്ക് ലളിതമോ കഠിനമോ ആകുന്നത്. ഇപ്പോഴേ ഹെബ്രായർ നമ്മൾ വായിക്കുന്നില്ലേ, 4:2 ഹെബ്രായർ 4:2 എന്താ എഴുതിയിരിക്കുന്നത്? അവർ കേട്ട വചനം, ഏറ്റു പറഞ്ഞേ, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരതിൽ വിശ്വസിച്ചില്ല. അതാണ് പ്രശ്നം. വചനത്തിൻ്റെ അല്ല പ്രശ്നം. വചനം ലളിതമോ കഠിനമോ ആകുന്നത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ്. എന്തുമാത്രം വിശ്വാസം. ഇപ്പം യേശു ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് ലളിതമായിട്ട് തോന്നാൻ കാര്യം തോമാസ് ലീഗയുടെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്.
തോമാശ്ലീഹയുടെ വിശ്വാസമാണ് ഏറ്റവും ലളിതമായ വിശ്വാസം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, യേശു ലാസറിനെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ പത്രോസ് പറയും, ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് പറയും. അപ്പോഴെന്താണ്? ആ വചനം പത്രോസിന് കഠിനമായി. അപ്പോൾ തോമാസ് ശ്ലീഹായ്ക്ക് ആ വചനം ലളിതമാണ്. എന്താ? ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ഇനി ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട, നമ്മൾ വെറുതെ പോയി പണി മേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ആ വചനം നടപ്പിൽ വരുത്തുന്നതിന് വിമുഖത കാണിച്ചുകൊണ്ട് വചനം കഠിനമായി നിൽക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ തോമാസ് ശ്ലീഹയ്ക്ക് ആ വചനം ലഘുവാണ്. എന്താണ്? തോമാസ് ശ്ലീഹ പറഞ്ഞു, കൂടിപ്പോയാൽ എന്നാ സംഭവിക്കും? മരിക്കുമായിരിക്കുമോ? എൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കത്തില്ലല്ലോ, നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം. അത് അപ്പോഴേ തോമാസ് ശ്ലീഹയ്ക്ക് വളരെ കഠിനമായൊരു വചനമാണ് വളരെ ലഘുവായിരിക്കുന്നത്. അതാണ് നമ്മൾ വായിക്കുന്നത് 11-16 യോഹന്നാൻ്റെ സുവിശേഷം. നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം. അപ്പോഴേ സ്വന്തം ജീവനേക്കാൾ യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് തോമാസ് ശ്ലീഹായ്ക്ക് വചനം പത്രോസിനേക്കാൾ ലഘുവായിട്ട് തോന്നിയത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വചനം കഠിനമായി തോന്നലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫർ അക്കോർഡിംഗ് ടു ദി ലവ് ആൻഡ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് യു ഹാവ് വിത്ത് ജീസസ്, ടുവേഴ്സ് ജീസസ്. കർത്താവിൻ്റെ എന്നോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പമാണ് നമുക്ക് വചനം ലഘുവോ കഠിനവുമായി തീരണത്. ഇപ്പോൾ വചനത്തിൻ്റെ പ്രശ്നമല്ല ഇത്. പിന്നെ എന്തിൻ്റെ പ്രശ്നമാണ്? നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതലോ കുറവുമാണ് വിഷയം. നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസത്തിൻ്റെ കൂടുതലോ കുറവുമാണ് വിഷയം. ദാറ്റ് മീൻസ് കർത്താവിനുള്ള പ്രത്യാശയുടെ കൂടുതലോ കുറവോ. വിശ്വാസം അല്ല പ്രശ്നം. വിശ്വാസം എപ്പോഴും വരണത് ഒരു വ്യക്തിയോടാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ചില സമയത്ത് ഈ വചനം ചുവന്നുകൊണ്ട് പ്രസംഗിക്കാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അല്ല, മനഃപൂർവ്വം ചുവക്കണമല്ല, പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ ആവേശം കയറി തലവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വചനം ആരാധനാക്രമത്തിലൊക്കെ വരുമ്പോൾ വചനം തലക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് തന്നെ കാണാം. ചിലപ്പോൾ ഓൾട്ടർ ബോയ്സ് പിടിക്കും, ചിലപ്പോൾ അച്ഛന്മാർ പിടിക്കും, ചിലപ്പോൾ മെത്രന്മാർ പിടിക്കും. വചനം തലക്ക് മുകളിൽ പിടിക്കാം. വചനം തലയെ വെച്ചാലും തലക്ക് മുകളിൽ പിടിച്ചാലും നമ്മൾ അതിൽ വിശ്വസിക്കാത്തതും കാലം ഇത് വെറുതെ ഒരു കഥാപുസ്തകമാണ്. നമ്മൾ ഇതിൽ വിശ്വസിക്കാത്തതും കാലം ഇത് തലയെ വെച്ചിട്ടും കാര്യമില്ല, കക്ഷത്ത് വെച്ചിട്ടും കാര്യമില്ല. ഇത് വെറും കഥാപുസ്തകമാണ്. കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വാക്കുകളിലല്ല, ഈ വാക്കുകൾ പറഞ്ഞ ഒരു മനുഷ്യനിലാണ്. ഈ ഗോട്ട് ദ പോയിന്റ്. ഒക്കെ മനസ്സിലായോ? എന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് നമ്മൾ വിശ്വസിക്കണത് ഈ വചനം വായിക്കുമ്പോൾ ചില ആൾക്കാർ പറയും വചനം 1000 വട്ടം എഴുതാം, അല്ലെങ്കിൽ 10,000 വട്ടം വായിക്കാം. നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? ഈ വചനം പറഞ്ഞു തന്ന ഒരാളിലുള്ള വിശ്വാസം, ഈ വചനം നമുക്ക് പറഞ്ഞു തന്ന ആളിലുള്ള ഒരു സ്നേഹം, ഈ വചനം നമുക്ക് പറഞ്ഞു തന്ന ആളിലുള്ള ഒരു പ്രത്യാശ, അത് നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നീ വചനം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് ദൈവത്തിൻ്റെ വചനമായി നിനക്ക് അനുഭവപ്പെടത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിലുള്ള വിശ്വാസം, കർത്താവിലുള്ള സ്നേഹം, കർത്താവിലുള്ള പ്രത്യാശ. ഇതാണ് വചനത്തേക്കാൾ പ്രധാനപ്പെട്ടത്. നമ്മളെഴുതുന്ന ബൈബിളിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്താ? ആ ബൈബിളിൻ്റെ വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്ന വ്യക്തിയിലുള്ള
നമ്മുടെ വിശ്വാസം. ആ വിശ്വാസമാണ് വചനത്തിലുള്ള വിശ്വാസം എന്ന് പറയണത്. ഇപ്പം ചില ആൾക്കാർക്ക് വിചാരിക്കും ഈ പുസ്തകത്തിലുള്ള വിശ്വാസമാണെന്ന്. പുസ്തകത്തിലുള്ള വിശ്വാസമല്ല. ഈ പുസ്തകത്തിലെ വചനങ്ങൾ സ്പെൽ ഔട്ട് ചെയ്ത ആളുണ്ട്. ആ സ്പെൽ ഔട്ട് ചെയ്ത വ്യക്തിയിലുള്ള, ദാറ്റ് മീൻസ് ബേസിക്കലി അവർ ഫെയ്ത്ത് ഈസ് ഫെയ്ത്ത് ഇൻ എ പേഴ്സൺ, നോട്ട് ഇൻ എ വേർഡ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്. ആരിലാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് വസിക്കുന്ന പിതാവായ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഹെബ്രായർ എന്താണ് അങ്ങനെ പറയണത്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവരതിൽ വിശ്വസിച്ചില്ല എന്ന് 4:2 എന്താ പറയണത്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ആ വചനം പറഞ്ഞ ആളെ വിശ്വസിക്കണം. തോമാസ് ലീഗയ്ക്ക് വചനം ലഘുവായി തോന്നിയത് എന്താ കാരണം? തോമാസ് ലീഗയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു ഈശോനോട്. അതാണ് പ്രശ്നം. നമുക്ക് വചനം ലഘുവായി തോന്നണമെങ്കിൽ പത്രോസിന് ആ സമയത്ത് കഠിനമായി തോന്നി. കാര്യം എന്താണ്? കഴിഞ്ഞ ആഴ്ച സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് എറിയാൻ കല്ലുകളെടുത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ബethaniയിൽ നിന്ന് ബെത്ലഹേമിൽ വന്ന് താമസിക്കുന്നത്. ഇനിയിപ്പോൾ ലാസർ മരിച്ചു എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പഴയ കല്ലുമ്പറക്കി വെച്ചിരിക്കുന്ന കക്ഷികൾ നമ്മളെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഉറങ്ങണം, ഉണരട്ടെ, ഉറങ്ങട്ടെ, അവൻ സുഖം പ്രാപിച്ചു കൊള്ളും. അല്ല, അവൻ മരിച്ചുപോയി എന്ന് ഈശോ പറയും. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്താ കാര്യം? വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുക. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്താണ് കാര്യം? വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എന്താണ് വിശ്വാസത്തിൻ്റെ പാഠം? അതാരെയാണ് ആദ്യം പഠിപ്പിച്ചത്? അത് പഠിപ്പിച്ചത്, വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിച്ചത്, ആദ്യം പഠിപ്പിച്ചത് ആരെയാണ്? അപ്പോസ്തലന്മാരല്ല, ഒരു ചേട്ടത്തിനെയാണ് പഠിപ്പിച്ചത്. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഈശോയ്ക്ക് വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയും. ഉണ്ടായിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നു, ലാസർ മരിക്കത്തില്ലായിരുന്നു. മറിയവും മാർത്തായും അത് പറയുന്നുണ്ട്, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ പാഠമില്ല. അപ്പം ചില സമയത്ത് കർത്താവ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും കർത്താവ് ഉണ്ടായിരിക്കണത് അത്ര നല്ലുള്ള കാര്യമല്ല. മനസ്സിലായില്ലേ? ഇപ്പം നീ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കണില്ല, ദൈവം ഇല്ല, ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. അപ്പോഴും കർത്താവ് എന്താ പറയണത്? ഞാൻ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കണത് നിന്നെ പ്രതി ഞാൻ എൻ്റെ പിതാവിന് നന്ദി പറയുന്നു. എന്താ? വിശ്വാസത്തിൻ്റെ ഒരു പാഠം നീ ഇതിലൂടെ പഠിക്കും. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. അതായത് ഒരേ സമയത്ത് തന്നെ പറയുന്ന വചനങ്ങൾ, അതേ ഒരേ സമയം തന്നെ അടുത്ത് നിൽക്കുന്ന 2 ശിഷ്യന്മാർക്ക് 2 എക്സ്പീരിയൻസാണ്. ഒരാൾക്ക് വചനം കഠിനമാകുന്നു. അതാണ് 11:15 നമ്മൾ കാണുന്നത്. ഗുരു, ഇപ്പോൾ തന്നെ യഹൂദ നിന്നെ കല്ലെറിയാൻ പോകുന്നു, വീണ്ടും നീ അങ്ങോട്ട് പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പിൻകാലിട്ട് നിൽക്കുന്ന പത്രോസിന് ആ വചനം കഠിനമാണ്. 6:60 അനുസരിച്ചുകൊണ്ട് കഠിനമാണ്. അപ്പോഴേ തന്നെ അത് കേട്ടുകൊടുന്ന തോമസിന് ആ വചനം ലഘുവാകുകയാണ്. തോമസ് എന്താ പറയണത്? 11:16 നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം. ദാറ്റ് മീൻസ് കൂടുതലൊരു മനുഷ്യൻ സംഭവിക്കാൻ സാധ്യതയുള്ള മരണമാണ്. മരണം പോലും സെൻറ്റ് തോമസിന് ലഘുവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനവും ലഘുവാണ്. അപ്പോഴും ഭയമാണ് വചനത്തെ കഠിനമോ ലഘുവോ ആക്കി മാറ്റുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്താണ്? സ്നേഹം. സ്നേഹമാണ് വചനത്തെ ലഘുവോ കഠിനമോ ആക്കി മാറ്റുന്ന അടുത്ത ഘടകം. ഒരു വ്യക്തി, വിശ്വാസി
എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തോ ഒരു ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ട്, എന്തോടോ വചനം നിവൃത്തിയാക്കുന്നതിലുള്ള ഭയം എനിക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത്, ഒന്ന് ഭയം മാറണം. ഭയം മാറിയാലേ വചനം ലഘുവാകത്തുള്ളൂ. പിന്നെ എന്താ? സ്നേഹം കൂടണം. സ്നേഹം കൂടിയാലേ വചനം ലഘുവാകത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ നേരത്തെ ഒരു സുവിശേഷ പ്രഭാഷണത്തിൽ കേട്ടതാണ്, ഞാൻ തന്നെ പറഞ്ഞതാണ് ഈ വേദിയിൽ. എന്താണ്? അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക. ഇപ്പം ഭാരം വഹിക്കുന്നവനുണ്ട് അല്ലേ? ഭാരം വഹിക്കുന്നത് ഓരോരോ ജീവിത അവസ്ഥകൾ കൊണ്ട് മനുഷ്യന് ഭാരമുണ്ടാകാം. സാമ്പത്തികമാകാം, ശാരീരിക രോഗം കൊണ്ട് ശാരീരികമാകാം, കുടുംബത്തിൻ്റെ ഭാരവുടമ്പടി നടക്കാത്തത് കൊണ്ട് മാനസികമാകാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാരം, വ്യത്യസ്തങ്ങളായ ഭാരം മനുഷ്യന് ഉണ്ടാകുമെന്ന് ഈശോയ്ക്കറിയാം. നമ്മൾ 11:18 പോകും, 28 പോകത്തില്ലേ? മത്തായിയുടെ സുവിശേഷം 11:28, 29 വചനങ്ങൾ വരുമ്പോൾ, അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുത്ത് വരിക. എന്തിനാണ്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലണം. എന്തിനാണ്? ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെല്ലണത്. അത് വ്യക്തമാണത്, എൻ്റെ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ ആശ്വാസം നമ്മൾ എങ്ങനെയാണ് പ്രാപിക്കണത്? ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. 2 കാര്യങ്ങളാണ് ഈശോ പറയണത് അല്ലേ? ശാന്തശീലൻ എന്ന് വെച്ചാൽ എനിക്ക് വ്യഗ്രതയില്ല. ഇപ്പം ഞാൻ IELTS തോറ്റു. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായ സാക്ഷ്യമാണ്. എനിക്ക് ആ കൊച്ചിൻ്റെ ഈ ദിവസങ്ങളിൽ ഇന്നലെ ഇട്ട സാക്ഷ്യമാണ്. ആ മോളുടെ ഒരു പാലായിലൊരു മോളാണ്. അവളുടെ വണ്ടി സ്കൂട്ടർ ഓടിക്കുമ്പോൾ കാറിട്ട് ചെന്നിടിച്ച്, സ്കൂട്ടർ കാറിൽ ചെന്നിടിച്ച് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്ററിട്ട്. പക്ഷേ IELTS ഡേറ്റ് എടുത്തതായിരുന്നു. അപ്പോഴേ എഴുതാൻ പാടാണ്, അല്ലെങ്കിൽ കറുപ്പിക്കാൻ പാടാണ്, കൈ കണക്കി ഒന്നും ചെയ്യാൻ പറ്റണില്ല, റീഡ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർക്ക്. അവർ പറയണ ഇതാണ്, എങ്കിലും അവർക്ക് ഭാരമാണത് അല്ലേ? രോഗം ഒരു ഭാരമാണ്. പക്ഷേ ഉടമ്പടി ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ, കാര്യം ഉടമ്പടി നമ്മൾ ദൈവമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മൾ ഈശോയോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന. കാരണം പുറപ്പാട് 33:14 അനുസരിച്ച് കൊണ്ട് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളുടെ കൂടെ ദൈവം സഞ്ചരിക്കും. അപ്പോൾ ഈശോ തന്നെ പറയും, നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. പല വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. കോടതിയിൽ പോകേണ്ടി വരും അല്ലേ? ബാങ്കിൽ പോകേണ്ടി വരും. കാര്യം അവൻ നമുക്ക് ലോണിന് നമ്മുടെ കടങ്ങൾ ജപ്തി ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ 1 ടൈം സെറ്റിൽമെൻറ്റ് നമ്മൾ വിളിക്കുമ്പോൾ 1 ടൈം സെറ്റിൽമെൻറ്റിൻ്റെ കാശ് പോലും നമ്മുടെ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ അത് നാളെ അടുത്ത ആഴ്ച ലേലത്തിൽ വിൽക്കുകയാണ്, ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വിഷമിച്ച് പോകും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഹാജരാക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ ഹാജരാക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ വെച്ച് പേടിക്കണ്ട എന്ന് നമ്മളോട് പറയണത് ഈശോ മാത്രമാണ്. നിങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഹാജരാക്കപ്പെടും. കോടതി ചെല്ലും, ചിലപ്പോൾ നമ്മുടെ വക്കീലൊക്കെ ചിലപ്പോൾ വാദിച്ച് തോക്കണ കാണാം. കാര്യം വക്കീൽമാർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് ചിലപ്പോൾ തോക്കണതായിരിക്കും വക്കീലിന് നല്ലത്. കാര്യം ജയിക്കണ വക്കീലിന് മിക്കവാറും ചിലപ്പോൾ 5 ലക്ഷം കിട്ടുകയാണെങ്കിൽ അതിൽ 1 ലക്ഷം ഇയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇയാൾ തോറ്റു കൊടുക്കാൻ തയ്യാറാകും. വക്കീൽമാർ തമ്മിൽ ചില വക്കീൽമാർ, എല്ലായിടത്തും അല്ല, ചില വക്കീൽമാർ തമ്മിൽ ഇതുപോലെ ബിസിനസ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അവർക്കെല്ലാം കേസ് ബിസിനസ്സാണ്. അപ്പോഴങ്ങനെ വരുമ്പോൾ നമ്മുടെ വക്കീൽ നിയമങ്ങൾ അറിയാമെങ്കിലും ഒന്നും പറയത്തില്ല. ബബ അടിച്ച് അങ്ങനെ ജഡ്ജിയുടെ മുമ്പിൽ അല്ലെ മജിസ്ട്രേറ്ററിൻ്റെ മുമ്പിൽ ബബ അടിച്ച് നിൽക്കും.
അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ വിജയകുമാറിൻ്റെ ഒരു കേസ് ഞാൻ എപ്പോഴും ഓർക്കും. അങ്ങേരുടെ വക്കീൽ കോടതിയിൽ ജഡ്ജിയോട് പഠിച്ച് നിൽക്കുകയാണ്. നിയമങ്ങളറിയാം, പക്ഷേ മറ്റേ വക്കീൽ കത്തിക്കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയകുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അച്ഛാ ഇതെന്ത് ചോദിച്ചാൽ നമ്മുടെ വീടും പോണ ലക്ഷണമാണ്. കാര്യം വീട്ടിൽ സ്വന്തം വീട്, നേരത്തെ താമസിക്കുന്ന വീട് വാടകയ്ക്ക് കൊടുത്ത പ്രശ്നമാണ്. ആ വാടകക്കാർ ഇറങ്ങേണ്ട സമയമായപ്പോൾ ഇരുമ്പ് പടി എടുത്ത് അവിടെ മുഴുവൻ തല്ലി ഓടിച്ചിട്ട് ക്രിമിനൽ കേസിന് ഉടയക്കാരൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. കള്ളക്കേസ് തന്നെ വഴി നോക്കണം. എന്നിട്ട് കൊടുക്കണ പടം എല്ലാം കൊടുത്തിട്ട് പോലീസ് വരെ അങ്ങേർക്ക് ക്രിമിനലിന് അനുകൂലമായി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് FIR എഴുതിപ്പോയില്ലേ? എഴുതിപ്പോയത് ഇങ്ങനെ ക്രിമിനലായിട്ടല്ല എഴുതി. ഉടയക്കാരനെ പിടിച്ചു കിട്ടണ കാലമാണെന്ന് പറഞ്ഞ പോലെ ഉടയക്കാരനെ ക്രിമിനലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ആര്? ക്രിമിനല്, ആ തല്ലിപ്പൊളിച്ചവൻ. വാടകക്കാരൻ അവന് ഇറങ്ങാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് അതിനെ നവംബർ മാസം 11-ാം തീയതിക്ക് മുമ്പ് തന്നെ അതിൻ്റെ അകത്ത് കയറി അടിച്ച് തല്ലി ചീലെല്ലാം പൊട്ടിച്ച് അലമാരിയെല്ലാം താഴെ പൊളിച്ച് കളഞ്ഞ്. എന്നിട്ട് ഉടയക്കാരൻ നിയമാനുസൃത എഗ്രിമെൻറ്റിന് വിരുദ്ധമായിട്ട് ഞങ്ങളെ അടിച്ചിറക്കാൻ വേണ്ടി ഇതിനെ കയറി തല്ലി ഗുണ്ടകളുമായിട്ട് തല്ലിപ്പൊളിച്ചെന്ന് പറഞ്ഞ് സാക്ഷികളെ വെച്ചിരിക്കുകയാണ്. എന്തൊരു കേസാണ്! സാക്ഷികളെ എവിടെ എത്ര സാക്ഷികളെ വേണം നിങ്ങൾക്ക്? കാണാത്തത് കണ്ടെന്ന് പറയാൻ എത്രയും സാക്ഷികളെ വേണം. അപ്പോൾ ഇതുപോലെ ഉള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത കേസ് കൊടുത്തിരിക്കുന്ന വക്കീലും അവിടെ നിന്നുകൊണ്ട് ജപ അടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വിജയകുമാർ എന്നെ വിളിച്ചു, അച്ഛാ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. കാര്യം എനിക്കറിയാം ഇങ്ങനെ എന്താ ചെയ്യണം. അങ്ങനെ ഒരു മരത്തിൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കണം. മരത്തിൻ്റെ ജപമാല പുള്ളി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ ജപമാല കോടതിയുടെ വാദിക്കുക എന്നുകൊണ്ട് മരത്തിൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്, മരത്തിൻ്റെ മണിയുള്ള. അപ്പോൾ പക്ഷേ വക്കീൽ പറയണം ഇങ്ങൾക്ക് നല്ല കേസിനെക്കുറിച്ച് നല്ല ബോധമുള്ള കാരണം ഇത് ചെന്ന പണി മേടിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതാണ് എന്നെ വിളിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവിനോട് പറ, ചെന്ന് ജഡ്ജി എടുത്ത് നിൽക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ പ്രശ്നം നമുക്കറിയാം. അമ്മ സഞ്ചാരി മാതാവാണ്. അമ്മ നമ്മളെ ആശ്രയിക്കുന്നവരെ അമ്മ സംരക്ഷിക്കും. ഇപ്പോൾ ഈ കേസ് കത്തിക്കറി ഉടനെ വിജയകുമാർ കൊന്തയിൽ കൊണ്ട് നിൽക്കുകയല്ലേ? അല്ല, അപ്പോൾ കൊന്തെടുത്തതല്ലേ? അപ്പം കൊന്തെടുത്തതല്ലേ? ഇതാണ് പ്രശ്നം. നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയണത് ഇന്ന് ഇൻ്റർവെല്ലൊന്നും ഇല്ല. സിനിമാക്കൊക്കെ ഇൻ്റർവെല്ലുണ്ട് അല്ലേ? ഇൻ്റർവെല്ലെന്ന് എഴുതി കാണിക്കും. പ്രാർത്ഥനാ ജീവിതത്തിന് ഇൻ്റർവെൽ എഴുതി കാണിക്കത്തില്ല. പ്രാർത്ഥനാ ബുദ്ധിയും ബോധവും ഉള്ളവൻ എപ്പോഴും കർത്താവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കെല്ലാം കുറച്ച് പേരൊക്കെ പണി കിട്ടണതിൻ്റെ കാര്യം നിങ്ങളുടേതെല്ലാം ഇങ്ങനെ ഒക്കേഷണൽ പ്രെയറാണ്. അപ്പോഴപ്പോഴുള്ള അവസരത്തിനടിസ്ഥാനമായ പ്രാർത്ഥന. അങ്ങനെയല്ല, നമുക്കൊരു ബന്ധമേ ഉള്ളൂ. ആ ബന്ധം എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ടൈപ്പാണ്. കാര്യം അനുഭവിച്ചറിഞ്ഞ് വിശ്വാസം സ്വീകരിച്ച ആളാണ്. അല്ലാതെ റെഡിമെയ്ഡ് ക്രിസ്ത്യാനിയുടെ അപ്പൻ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ത്രേസ്യാന്ന് പേരിട്ടിരിക്കണം അങ്ങനെയുള്ള റെഡിമെയ്ഡ് ക്രിസ്ത്യാനി അല്ല. ഇതിന് ഈ പൗരത്വം, ഈ സ്വർഗീയ പൗരത്വം വലിയ ജീവിതത്തിൻ്റെ വലിയ വില കൊടുത്ത് വാങ്ങിയ ആളാണ്. അപ്പം അങ്ങനെ പരിശീലിച്ച ആളാണ്. അപ്പോഴേ അമ്മേ ആരുമില്ലമ്മേ, അമ്മയല്ലേ അഡ്വക്കേറ്റെന്ന് ചോദിച്ചു. ആരുമില്ലമ്മേ, കാഴ്ച കൊടുത്ത് വേദിക്കുന്ന വക്കീൽ വരെ അവിടെ കൂടെയാണ്. അമ്മയല്ലേ അഡ്വക്കേറ്റെന്ന്. എൻ്റെ അഡ്വക്കേറ്റ്. അമ്മ പോയി ജഡ്ജി എടുത്ത് നിൽക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് സെക്കൻഡ്, ഇത് പറഞ്ഞതേ ഉള്ളൂ, സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ജഡ്ജി നേരെ തന്നെത്താൻ എഴുന്നേക്ക്. എന്നിട്ട് ഈ വാദി എന്ന് പറയുന്ന കത്തിക്കരിക്കുന്ന വക്കീലിനെതിരെ അയാൾ 2-3 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ച് അതോടുകൂടി അയാൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ വാദം അവസാനിപ്പിച്ചു, ജഡ്ജ്മെൻ്റ് എഴുതി. കാര്യം എല്ലാം ഫാബ്രിക്കേറ്റാണ്, എല്ലാം കള്ളത്തരവാണെന്ന് ജഡ്ജിക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് നമ്മൾ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ എന്ത് പറയണം എന്ന് മുൻകൂട്ടി ആലോചിച്ചുറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുമെന്നാണ്. ഇപ്പം നമ്മൾക്ക് നേരിട്ട് അറിവ് നൽകിയില്ലെങ്കിലും ആ സമയത്ത് ദൈവം പ്രവർത്തിക്കണ ഒരു ടൈമാണത്. എൻ്റെ മക്കളത് മനസ്സിലാക്കി. എവിടെയെങ്കിലും നിങ്ങൾ ഹാജരാകണമെന്ന് വിചാരിച്ചോ? ഇപ്പോൾ ഒരു IELTS പരീക്ഷയുടെ കാര്യം പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. എവിടെയെങ്കിലും ഇപ്പോൾ ജപ്തി നടപടി വന്ന് ബാങ്കിൽ പോകണം, നമ്മൾ ഹാജരാകണ്ടേ?
നമ്മളൊരു കോളേജിൽ കുഞ്ഞിന് അഡ്മിഷൻ മേടിക്കാൻ പോവുകയാണ്, നമ്മൾ ഹാജരാകാൻ പോവുകയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമ്മൾ ഹാജരാകും. അപ്പോൾ നമ്മൾ ഹാജരാകുന്ന ആ സമയത്ത് നിൻ്റെ ദൈവം അവിടെ ഉണ്ടാകുമെന്നാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ഹാജരാകുന്ന സമയത്ത് ആ സമയത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അത് ദൈവത്തിൻ്റെ സമയം തിരിച്ചറിയണമെന്ന് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സമയം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ്. ഇപ്പം ലൂക്ക 19 വായിക്കത്തില്ലേ, സന്ദർശനത്തിൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞ്. ശ്രുതിക്കട്ടെ മക്കളെ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 12:11. അതിൻ്റെ കൂടെ 12 ഉണ്ട്, 12 ഉണ്ട്. ഏറ്റു പറഞ്ഞ് സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്ന് എന്ത് പറയണമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇതാണ് ഇങ്ങനെ ഒരു സമയമുണ്ടാകും. ഈ സമയം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ജപ്തി നടപടി ബാങ്കിൽ വിളിപ്പിക്കപ്പെട്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ കോടതി കേസ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥലം കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നു, അത് ക്ലയൻറ്റുമായി നമ്മൾ സംസാരിക്കുന്ന സമയം. നിങ്ങൾ ആശുപത്രിയിൽ എന്തോ നടുവേദന ഒക്കെ തോന്നി ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ നിങ്ങളെ വല്ലാണ്ട് ടെസ്റ്റ് ചെയ്യണ സമയം. സാധാരണ ടെസ്റ്റ് ഡോക്ടർമാരുടെ ടെസ്റ്റ് അറിയാവില്ല. കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് മാറ്റി രക്തം ഉണ്ടോയെന്ന് നോക്കി, കയ്യെ പിടിച്ചൊക്കെ നോക്കി. ചില സമയത്ത് ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേക്കും, എന്നിട്ട് കിടക്കാൻ പറയും നിങ്ങളോട്. വലിയ പൊക്കമുണ്ടെങ്കിൽ കിടക്കാൻ പറയും. അതൊരു സമയമാണ്, ഒരു 1.5 സമയം. എന്നിട്ട് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുട്ടിയൊക്കെ നോക്കും. എന്നിട്ട് പ്രഷർ പലതരത്തിൽ നോക്കും. എന്നിട്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യും? ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കും, വല്ല പരിപാടി ആയാ കർത്താവേ എന്ന് ഓർത്തും. ഇതൊരു സമയമാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സമയം, ഇതാണ് ആ സമയം എന്ന് പറയുന്നത്. അതാണ് ലൂക്ക 12:12. ആ സമയം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത്, ദാറ്റ് ടൈം. എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു ആ സമയം. ആ സമയത്ത് എന്താ? അത് കർത്താവിൻ്റെ സമയമാണ്. യു വിൽ ബി എക്സ്പിരിറ്റഡ്. കർത്താവിൻ്റെ ആത്മാവ് നിറയേണ്ട ദൈവപൈതലേ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിൻ്റെ ജീവിതം ഉത്സവമാണ്. എന്താ കാര്യം? വിശ്വാസിയുടെ അവകാശവും ഓഹരിയും കർത്താവിൻ്റെ വചനവും ആ വചനത്തിലുള്ള വാഗ്ദാനവും അത് നിറവേറ്റുന്ന പരിശുദ്ധാത്മാവാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദാറ്റ് ടൈം, ആ സമയം. ലൂക്ക 12:12 ആ സമയം. അതിൽ ചില സമയത്ത് പരിശുദ്ധാത്മാവും പ്രവർത്തിക്കാം, ചിലപ്പോൾ ദുഷ്ടാരൂപിയും പ്രവർത്തിക്കാം. ദ വൺ ആൻഡ് എ പെർട്ടിക്കുലർ സെയിം ടൈം. ചിലപ്പോൾ അതിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കും, ചില സമയത്ത് അതിൽ ദുഷ്ടാരൂപി പ്രവർത്തിക്കും. എങ്ങനെയാണത്? നിൻ്റെ വിശ്വാസത്തിൻ്റെ നിലവാരം അനുസരിച്ച്. ഒരു ടൈമാണ്. ഇപ്പോൾ ബാങ്ക് മാനേജർ പറയുകയാണ് ജപ്തി നടപടി എന്ന് പറയും. അത് ദുഷ്ടാരൂപി, നശിപ്പിൻ്റെ അരൂപി ആണ് പ്രവർത്തിക്കുന്നത്. എന്താണ്? 10 യോഹന്നാൻ 10:10 കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ഇപ്പോൾ വാദി പ്രതിയാകണ രീതിയിൽ ജഡ്ജ്മെൻ്റ് ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ജഡ്ജി അന്ന് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് മാതാവിനെ അഡ്വക്കേറ്റായിട്ട് ആ ജഡ്ജിയുടെ പുറകിൽ കൊണ്ട് നിർത്താതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജഡ്ജി ആ വാദിഭാഗം വക്കീൽ വായിക്കുന്നതനുസരിച്ചുകൊണ്ട് ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയകുമാർ അകത്തു പോകും, ജയിലിൽ പോകും. കാരണം ക്രിമിനൽ കുറ്റമാണ്. ഉടയക്കാരൻ ജയിലിൽ പോകും.
അപ്പോൾ ഒരേ സമയം തന്നെ പരിശുദ്ധാത്മാവും പ്രവർത്തിക്കാം, ഒരേ സമയം തന്നെ ദുഷ്ടാരൂപിയും പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഇതിന് ദ ടൈം ഓഫ് വിസിറ്റ് എന്ന് പറയും. ടൈം ഓഫ് വിസിറ്റ്, ദാറ്റ് ടൈം 12:12 ദാറ്റ് ടൈം, ആ സമയം എന്ന് പറയണത് ലൂക്ക 19:44 എന്താണ് പറയണത്? അത് 19:44 നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അതാണ് കുഴപ്പം. നാശം വെറുതെ വന്നതല്ല, മറിച്ച് ദൈവത്തെ അറിയാത്തത് മൂലം വരുന്നതാണ്. അതായത് നമ്മൾ ഇരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞില്ല, അതാണ് സംഭവം. ബാങ്കിലായാലും അഡ്മിഷനായാലും കോളേജിലായാലും എവിടെയായാലും ആശുപത്രിയിലായാലും നമ്മൾക്ക് മോശമായ സമയത്തെ നല്ല സമയമായി മാറ്റാം. എങ്ങനെ സമയമായി മാറ്റും? കർത്താവിൻ്റെ സമയമാണത്. നീ ആ സമയത്തിൽ കർത്താവിൽ പ്രഖ്യാപിക്കണം. ആൻഡ് ദിസ് ടൈം, ദ ടൈം ഓഫ് ജീസസ് എന്ന് നീ പറയണം. ഇത് സാത്താൻ്റെ സമയമല്ല, ഇതെൻ്റെ കർത്താവിൻ്റെ സന്ദർശനത്തിൻ്റെ സമയമാണ്. 19:44 അനുസരിച്ച് കൊണ്ട് ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ സന്ദർശന സമയമാണ്. അവിടെ ഞാനല്ല പ്രവർത്തിക്കേണ്ടതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആയിരിക്കുകയില്ല. 12:12 ലൂക്ക, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. കൈയടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സമയം റിയലൈസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. വിശ്വാസം അത്രയ്ക്ക് വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ വിശ്വാസം കൊണ്ട് ഉള്ള മുഴുവൻ പ്രയോജനം നമുക്കുണ്ടാകത്തില്ല. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം ഹെബ്രായർ 11:20 എന്താ പറയണത്? അല്ല 4:2 എന്താ പറയണത്? നീ കേട്ട വചനം നിനക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്താണ്? നീ അതിൽ വിശ്വസിച്ചില്ല. ഇപ്പം വിശ്വാസത്തിൻ്റെ ഉണ്ടാകുന്ന പ്രയോജനം എന്ന് പറയണത്, നമ്മൾക്ക് വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വിശ്വാസം കൊണ്ടുണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രയോജനപ്പെടത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നല്ലാതെ 100% കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നീ വിശ്വസിക്കുന്നു, ഞാൻ ഈ ടൈമിനെ കുറിച്ച് പറഞ്ഞില്ലേ, ടൈം എന്ന് പറഞ്ഞത് ഒരു കോൺഷ്യസാണ്. കോൺഷ്യസ് മാത്രമല്ല, പ്രഖ്യാപിക്കണം. നീ നിൽക്കുന്ന സമയത്തെ ഇതെൻ്റെ കർത്താവിൻ്റെ സമയമാണ്. ബാങ്കിലായാലും കോടതിയിലായാലും ദിസ് ടൈം ഇസ് ദ ടൈം ഓഫ് ജീസസ് ആൻഡ് മൈ ജീസസ്. കർത്താവേ, നീ സമയത്തിൻ്റെ രാജാവാണ്, ഈ സമയത്ത് നീ പ്രവർത്തിക്കാം. അപ്പോൾ ഞാനായിരിക്കില്ല, അങ്ങനെ പരിശുദ്ധാത്മാവാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ബിലീവ് ഇറ്റ്. ഞാനതിൽ വിശ്വസിക്കുന്നുവെന്ന് പറയണം. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വസിക്കുന്നുവെന്ന് പറയാൻ ഇച്ചിരി സമയമെടുക്കും. എല്ലാവർക്കും അങ്ങനെ കയറി വിശ്വസിക്കുന്നു പറയാം. ചില ആൾക്കാർ 2 കൊല്ലം കഴിഞ്ഞേ പറയത്തുള്ളൂ. എൻ്റെ മക്കളെ, വിശ്വസിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കണമല്ല, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ദൈവം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചോ നീർപ്പിച്ചോ എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണില്ലേ? അതിന് പോലും ഹൃദയത്തിൽ വിശ്വസിക്കാം, പക്ഷെ അധരം കൊണ്ട് ഏറ്റുപറയാൻ നിങ്ങളെടുക്കുന്ന ടൈമില്ലേ, ആ ടൈമാണ് നിങ്ങളുടെ രക്ഷകനോ കൊലയാളിയോ. ആ ടൈം ഈസ് ഒരു പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയം, അതൊന്നെങ്കിൽ നിങ്ങളെ ഒരു വിശ്വാസം പ്രഖ്യാപിക്കാൻ, റോമ 10:9 അനുസരിച്ച് വിശ്വാസം പ്രഖ്യാപിക്കാൻ നിങ്ങളെടുക്കുന്ന സമയം, എടുക്കുന്നത് സ്പാൻ ഓഫ് ടൈം. ആ സ്പാൻ ഓഫ് ടൈമാണ് നിങ്ങളുടെ രക്ഷകനോ കൊലയാളിയുമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു ഉദാഹരണം പറയാം. ഇപ്പോഴ് ലാസർ മരിച്ചു. നമ്മുടെ നാട്ടുകാർ പറഞ്ഞ പോലെ പശുവും ചത്തു, മോരിലെ പുളിയും കെട്ടു. മത്തായിയുടെയും മറിയത്തിൻ്റെയും കുടുംബത്തിൽ യഹൂദന്മാർ എന്ന് വഴിയാവണ്ണം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർത്താവും മറിയ ഇവരുടെ ആശ്വാസം എല്ലാം കേട്ട് അങ്ങനെ നിലയം പിടിച്ച് അകത്തിരിക്കുകയാണ്. ഇതൊരു ടൈമാണ്, നശിപ്പിൻ്റെ ഒരു ടൈമാണ്. അവർ വന്ന് എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും.
യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ലിഡിയയുടെ മരണത്തിന് ചെല്ലുമ്പോൾ അവളെടുത്തുനിന്ന് ഉടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ. യഹൂദന്മാരുടെ ഒരു രീതിയാണത്. കരയുന്നവരെ വീണ്ടും കരയിപ്പിച്ചെടുക്കും. കുഴലുത്തുകാരൊക്കെ പിടിച്ചിട്ട് കരയുന്നവരെ വീണ്ടും കരയിപ്പിച്ചെടുക്കും. എന്നിട്ട് ആ ഒരു കാലം, സങ്കടത്തിൻ്റെ കാലം ആ കുടുംബത്തിൽ നിലനിർത്തിയെടുക്കുക എന്നുള്ളതാണ്, ആ മരിച്ചുപോയ വ്യക്തിക്ക് ഒരു പ്രാധാന്യം കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ മാനുഷികമായ ലക്ഷ്യങ്ങൾ. ഇങ്ങനൊരു ടൈമാണ് ലാസറിൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴുണ്ട് ആരോ വന്ന് പറഞ്ഞു, ജീസസ് ഈസ് കമ്മിങ്, കർത്താവ് വരുന്നു. കർത്താവ് വരുന്നുവെന്ന് കേട്ടത് ഉടനെ ചടേന്നാണ് മാർത്ത എഴുന്നേക്കണത്. ഒരു തുള്ളി പോലും സമയം എടുക്കണില്ല, അതിന് ഒരു തുള്ളി പോലും സമയം എടുക്കണില്ല. മാർത്ത എഴുന്നേക്കാൻ സമയം എടുത്തില്ല എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അതിന് യോഹന്നാൻ പ്രത്യേകം പറഞ്ഞ കാര്യം, മറിയം വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് പറയുന്നത്, പോയില്ലേ. പണ്ട് കർത്താവിൻ്റെ അടുത്തിരുന്ന് വേലമടിച്ച് പണി ചെയ്യാൻ മടിയായത് കാരണം വചനം കേട്ടുകൊണ്ടിരുന്നിട്ട് കർത്താവിലേക്ക് നിന്ന് കള്ളത്തരത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച പാർട്ടിയാണ്. പക്ഷേ ജീവിതത്തിൽ ക്ലേശങ്ങൾ വന്നപ്പോൾ ഇവിടെ റെസ്പോണ്ട് നോക്കിയേ. 11:20 11:20 യോഹന്നാൻ 11:20. അതായത് ആ വചനത്തിൻ്റെ, അതായത് കർത്താവ് വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ മാർത്ത എഴുന്നേറ്റ് പോയി അവനെ സ്വീകരിച്ചു. അത്രയും പറഞ്ഞാൽ മതിയല്ല. പക്ഷെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, മറിയം സമയമെടുത്തു, മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കാൻ എടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെങ്കിലും വിശ്വസിച്ചിട്ട് കാര്യമില്ല, അത് ഈ സമയമാണ്. നിങ്ങൾ നോക്കൂ, 4 മാസം കഴിയുമ്പോൾ കൊയ്ത്തായി അല്ല, ദാറ്റ് ഈസ് നൗ, അതിപ്പോൾ തന്നെയാണെന്ന്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ നിയമങ്ങളെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് അത് നൗ ആക്കി തരും. നമുക്ക് സമയമായില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയും, ആകാത്ത സമയത്ത് ആക്കിയെടുക്കാം, നൗ ആക്കാം. എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണം. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം, വിശ്വാസം വേണം, പ്രത്യാശ വേണം. അതിപ്പം തന്നെ വേണം. അത് ഓൺ ടൈമിൽ പ്രഖ്യാപിക്കണം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കും. എന്നിട്ട് ഉടമ്പടി നേർച്ച വസ്തു എല്ലാം കൊണ്ട് വീട്ടിൽ പരുവത്തിലങ്ങനെ പകുതി വെക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പോയ ആൾക്കാർ ഉടമ്പടി എടുത്തവർ ചോദിക്കും, ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാ? ഇല്ല പ്രാർത്ഥിക്കണം വരട്ടെ, ഇല്ല പ്രാർത്ഥിക്കണം വരട്ടെ എന്ന്. ആ ചേട്ടത്തിൻ്റെ കാര്യം പോക്ക. എന്താ കാര്യം? ഷീസ് ടേക്കിംഗ് ടൈം. ചില ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ കൃപാസനത്തിൽ തന്നെ പ്രത്യക്ഷയുടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെടുക്കുന്ന ടൈമാണത്, അതെടുക്കുന്ന ടൈമാണ്. അപ്പം നമ്മൾ അത് നടപ്പിൽ വരുത്തുന്നതിന് എടുക്കുന്ന ടൈമില്ലേ വളരെ പ്രധാനപ്പെട്ടതാണ്. മാർത്ത ഒരു ടൈം എടുത്തില്ല. ആണും പോയി, തൂണും പോയി, തുണയും പോയി, എല്ലാം പോയി. നശിച്ച് നാറാണക്കല്ലും പിറക്കി നിൽക്കുമ്പോഴാണ് കർത്താവ് കമ്പം കഴിഞ്ഞ് കാറ്റ് ഊതിയപ്പോൾ വരണത്. ഇത്രയും ഒരു വിശ്വാസത്തിൽ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വന്നിട്ട് ഇവർക്ക് നീരസമോ കോപമോ സങ്കടമോ ഒക്കെ വരാം. അതവരുടെ മാനുഷിക വിഷയം. മാർത്ത അതൊന്നും പ്രകടിപ്പിക്കത്തില്ല. മാർത്ത നേരെ ചെന്ന് കർത്താവോട് പറയും, ആദ്യമേ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നെന്ന് പറയും. ഉടനെ കർത്താവ് പറയും, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം മാർത്ത ഉടനെ പറയും, ഉവ്വ, യെസ് ജീസസ്, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയും. അപ്പോൾ ഈശോ പറയും, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാനാകുന്നു ജീവനും പുനരുദ്ധാനവും. നീ അത് വിശ്വസിക്കുന്നു? യെസ് മൈ ലോർഡ് എന്ന് ഇവളിങ്ങനെ പെട്ടെന്ന് പറയും. യെസ്,
നീയാണ് ജീവൻ, നീയാണ് പുനരുദ്ധാനമെന്ന് യെസ് മൈ ലോർഡ് ഐ ബിലീവ് എന്ന് പറയും. അപ്പോഴെന്താ പറയുക? ലാസറസ് എന്ന് വിളിക്കും കർത്താവ്. അതിന് ശേഷമാണ് ഇവളിത് പ്രഖ്യാപിച്ച് കഴിഞ്ഞാണ് മേരി പതുക്കെ മുടിയൊക്കെ ചീകി ഉടുപ്പൊക്കെ എടുത്തിട്ട് ആഘോഷമായിട്ട് വരുന്നത്. അവൾ ഇതൊക്കെ തന്നെ പറയുമെങ്കിലും പ്രയോജനം ഇല്ലാതെ പോയി. എന്താ കാര്യം? ലോകത്തെ ഞെട്ടിച്ച വെളിപാട് കിട്ടിയത് ആർക്കാം? മാർത്തായ്ക്കാണ്. ലോകത്തെ ഞെട്ടിച്ച, അഥവാ ഇനി വേറെ ലോകം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു, മനുഷ്യൻ മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല, യേശു അതെല്ലാം തിരുത്താൻ പോകുന്നു, യേശുവിനാൽ തിരുത്തപ്പെട്ട ലോകത്തിൻ്റെ ഭാഗധേയത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന സ്വർഗീയ വെളിപാട് കേട്ടതാരാണ്? എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അതല്ലേ സംഭവിച്ചത്, നടന്നിവിടെ? എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ആരാണ് സ്നേഹിച്ചത്? മാർത്ത. ഇപ്പം 14:21 വചനമില്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14:21 എന്താ പറയണത്? എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ആർക്കാ വെളിപ്പെടുത്തിയത്? മറിയത്തിനാണോ മാർത്തായ്ക്കാണോ? മാർത്തായ്ക്കാണ് വെളിപ്പെടുത്തിയത്. എന്താ കാര്യം? അധികം സ്നേഹിക്കുന്നവരെ. അതായത് നിങ്ങൾ ഒരു വിഷയം വിശ്വാസത്തിലെടുക്കുന്ന സമയം നിങ്ങളുടെ അതും ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹവും ആനുപാതികമായിരിക്കും. നിങ്ങളെ വിശ്വസിക്കാൻ സമയമെടുത്താൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തുമായിട്ട് അത്ര കണ്ട് വലിയ അടുപ്പത്തിലല്ല എന്നതിൻ്റെ അർത്ഥം. പാതാന്തത്തിലിരിക്കാം, വചനം കേട്ടാം, വായിട്ട് നോക്കാം, ഒരു കഥയും ഇല്ലെന്നർത്ഥം. എന്താണ് മറിയത്തിന് സംഭവിച്ച കണ്ടില്ലേ? അവൾക്ക് വെളിപാട് കിട്ടി. അവൾ വന്നു, പക്ഷെ വെളിപാട് കിട്ടിയില്ല. വെളിപാട് ആർക്കാണ് കിട്ടിയത്? the resurrection and life. ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് ജീവൻ എന്നുള്ള വെളിപാട് കിട്ടിയത് ആർക്കാ? മാർത്തായ്ക്ക്. എന്താ കാരണം? 11:25 യോഹന്നാൻ്റെ സുവിശേഷം, ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് ജീവൻ എന്നുള്ള വെളിപാട് കിട്ടിയത് ആർക്കാ? മാർത്തായ്ക്ക്. എന്താ കാര്യം? മാർത്ത നേരത്തെ ഓടി വന്നത്, ആ മറിയത്തേക്കാൾ നേരത്തെ വന്നത് കർത്താവിനുള്ള സ്നേഹമായിട്ട് കർത്താവ് കണക്കാക്കുന്നു. സമയം ചുരുക്കുന്നതനുസരിച്ച് നിൻ്റെ സ്നേഹത്തെ ദൈവം അളക്കും. ഇപ്പോൾ ഉടമ്പടി നീ എടുത്തു കഴിഞ്ഞാൽ, നീ ഉടമ്പടി ഇന്ന് തന്നെ പ്രേക്ഷിതപ്രവർത്തനം തുടങ്ങി, ഇന്ന് തന്നെ നീ അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ പോയി, ഇന്ന് തന്നെ കൃപ സ്വീകരിച്ച്, ഇന്ന് തന്നെ നീ പ്രേക്ഷിത കർത്താവിൻ്റെ കൃപാവര പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അത്ര കണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നാണ്. നീ എടുക്കുന്ന സമയവും നിനക്കുള്ള സ്നേഹവും തമ്മിൽ ആനുപാതികമാണ്. ഭയങ്കര കണക്റ്റഡാണ് വിഷയം. ഈ കണക്റ്റഡാണ് കാര്യം. അധികം സ്നേഹിക്കുന്നു എന്നുള്ള വിഷയമാണ്. അത് സമയത്തിലാണ് വരുന്നത്. നമ്മൾ ദൈവത്തെ അധികം സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. യോനായുടെ പുത്രനായ ശെമയോനെ, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതാണ് പ്രശ്നം. അധികം സ്നേഹിക്കുന്നത് വിഷയമാണ്. അത് എടുക്കുന്ന സമയമനുസരിച്ചിരിക്കും. സമയവും സ്നേഹവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അധികം സ്നേഹിക്കുന്നവരോടാണ്, അവർക്കാണ് കർത്താവിൻ്റെ അടുത്ത് കൂടെ ഇരിക്കാനും കർത്താവിൻ്റെ ചുമതലയുള്ളതും താക്കോല് കിട്ടണതും അധികാരം കിട്ടണമൊക്കെ. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് ഇപ്പം തന്നെ പത്രോസിൻ്റെ വിഷയം എടുത്താലേ, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 21:7 എന്നാ പറയണത്? അത് കർത്താവാണെന്ന് 21:6 തന്നെ യോഹന്നാന് മനസ്സിലാവും. തിബേരിയസ് കടലിൻ്റെ തീരത്ത് നിൽക്കണത് കർത്താവാണ് വെളുപ്പാങ്കാലത്ത്. പക്ഷെ ആ കക്ഷിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുന്നത് അവിടെ വെച്ചാണ്.
ഇവൻ പണ്ട് നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ് കർത്താവിൻ്റെ, അത് ചുമ്മാ ആക്കിയതാണെന്ന് തോന്നണം. അതല്ല, ഈ യോഹന്നാൻ തന്നെ അയാൾ കർത്താവിൻ്റെ വലിയ ആളാണെന്ന് പറഞ്ഞ് എപ്പോഴും എഴുതി വെക്കുമ്പോൾ ആർക്കതിന് സംശയം തോന്നും. പക്ഷേ അങ്ങനെ ഒന്നും പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഓരോ വിഷയങ്ങളുള്ള പ്രതികരണമാണ്. യോഹന്നാനെ കർത്താവിനെ മനസ്സിലായി, പക്ഷേ അത് കർത്താവാണെന്നറിഞ്ഞപ്പോൾ വേറെ ഒരുത്തൻ്റെ ലക്ഷണം മാറി. അവൻ തുണിയില്ലാതെ നിൽക്കിയിരുന്നു. ആ ടക്കേന്ന് തുണിയെടുത്ത് കൊടുത്തു ഒറ്റ ചാട്ടം. അവൻ സമയമെടുക്കണില്ല, അവൻ സമയമെടുത്തില്ല. അത് കർത്താവാണെന്നറിഞ്ഞിട്ട് അപ്പം തന്നെ തുണി നഗ്നനായിരുന്ന കൊണ്ട് പ്രങ്കുപ്പായം വരച്ച് വിട്ടിട്ട് കടലിലേക്ക് ചാടി തൽക്ഷണം. അവൻ ടൈം എടുക്കണില്ല. എന്നിട്ട് പിന്നീട് വചനം എന്താ പറയണത്? ഇപ്പോൾ 21:15 വരുമ്പോൾ മറ്റ് ശിഷ്യന്മാർ പുറകെ വന്നു. അതാണ് സംഭവം. മറ്റ് ശിഷ്യന്മാർ പുറകെ വന്നു, സമയമെടുത്തു. അപ്പോഴൊരു ചോദ്യം ചോദിച്ചു, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇറ്റ് ഈസ് വെരി എക്സ്പ്ലിസിറ്റ്. അവിടെ ഈ വിഷയം വന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? തീർച്ചയായിട്ടും. അവിടെയൊക്കെ തഥാർത്ഥത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കും യോഹന്നാൻ എന്ത് കർത്താവിൻ്റെ പക്ഷത്ത് കിടക്കുമ്പോൾ ഓർക്കും ഇവനാണ് കർത്താവിൻ്റെ വലിയ ഗുണാണ്ടറെന്ന്. ഒരു കഥയുമില്ല. ജീവിത പ്രശ്നങ്ങളോടെ, ജീവിത വിഷയങ്ങളോടെ നീ കർത്താവിനുള്ള സ്നേഹത്താൽ നീ വചനം നടപ്പിൽ വരുത്താൻ എടുക്കുന്ന സമയമാണ് നിൻ്റെ പ്രഖ്യാപനത്തെക്കാൾ വലിയ പ്രഖ്യാപനം. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ അത് വിഷയമല്ലേ? അതൊരു വിഷയമല്ലേ? നമ്മൾ എല്ലാവരെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരാനും കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ എടുക്കുന്ന സമയം, അത് നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതനുസരിച്ച് കൊണ്ട് നിൻ്റെ സ്നേഹമാണ് നീ അളക്കാൻ വേണ്ടി ദൈവത്തിന് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുഴപ്പം വരും. 6:36 വർക്കൗട്ട് ചെയ്യും. ലൂക്കായുടെ സുവിശേഷം, നീ അളക്കുന്ന കോല് കൊണ്ട് തന്നെ നിനക്കും അളന്ന് കിട്ടും. നീ ദൈവത്തെ സാവധാനമാണ് സ്നേഹിക്കുന്നതെങ്കിൽ ദൈവം നിന്നോട് സാവധാനത്തിലായിരിക്കും. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നീ അളക്കുന്ന അളവ് കോല് കൊണ്ട് തന്നെ നിനക്ക് അളന്ന് കിട്ടും. നമ്മൾ 6:36 ലൂക്ക വായിക്കുന്നില്ലേ? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, ഉടമ്പടി എടുത്തിരിക്കുന്ന മനുഷ്യരെ ഉടമ്പടി സ്പീഡും ഉടമ്പടി സമയവും തമ്മിൽ വല്ലാത്ത ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉടമ്പടി എടുക്കാതെ നിൽക്കുന്നവരും ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാനും പ്രേക്ഷിതരാകാനും യു ഡോണ്ട് ടേക്ക് എനി ടൈം. സമയമെടുക്കരുത്. കാര്യം അത് അളക്കപ്പെടുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീ ഒന്നിനും സമയമെടുക്കരുത്, പെട്ടെന്നായിരിക്കണം. കാര്യം അത് അളക്കപ്പെടുന്നത് നിനക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. യൂട്യൂബിലൊക്കെ ധ്യാനം കൂടുന്നവരെ എഴുന്നേറ്റ് നിൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മക്കളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ഉടമ്പടി ഓൺലൈൻ എടുത്തിട്ടുള്ളവരുണ്ട്, ലൈറ്റ് ക്യാനിപ്പ് റിക്വസ്റ്റ് ഇട്ടുള്ളവരുണ്ട്, തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുള്ളവരുണ്ട്. ഉടമ്പടി എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2000 ആൾക്കാരുണ്ട്. എല്ലാ ദിവസവും ആൾക്കാർ കൃപാസനം വിളിച്ച് കൃപാസനം തുറക്കുമ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നമ്പരെല്ലാം ഏത് നമ്പറിലാണ് വിളിച്ച് ഉടമ്പടി എടുക്കാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. 6 നമ്പർ പ്രാർത്ഥനാ സഹായത്തിനും 2 നമ്പർ ഉടമ്പടി എടുക്കാനും വേണ്ടി നൽകിയിട്ടുണ്ട്. ആ നമ്പർ അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് ഇനിയും യൂട്യൂബിൽ കയറിയിട്ട് ഉടമ്പടി എടുക്കാനുള്ള നമ്പർ കിട്ടും. ഈ നമ്പറിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടി യൂട്യൂബിലുണ്ട്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, തമ്പനയിൽ ഉൾപ്പെടെ. അത് നോക്കിയിട്ട് നിങ്ങൾ കൃപാസനത്തിൽ വിളിച്ചിട്ട് ഉടമ്പടി ബുക്ക് ചെയ്യാവുന്നതാണ്. നാളെ മുതൽ മരിയൻ തീർത്ഥാടനം ആരംഭിക്കുകയാണ്. ഓൺലൈൻ തീർത്ഥാടനം.
അതിൻ്റെ ഘടകങ്ങൾ ഇതാണ്. 5 മണിക്ക് ഓൺലൈനായിട്ട് നിയോഗ ജപമാല ആരംഭിക്കും. 5:45 NRIക്കാർക്ക്, പ്രത്യേകിച്ച് വിദേശ ഉടമ്പടി എടുത്തു പോയവരുണ്ട്, അവർക്ക് ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വരാൻ പറ്റത്തുള്ളൂ. അവർക്ക് തീർച്ചയായിട്ടും കൃപാസനത്തിൽ ഓൺലൈനായിട്ട് സാക്ഷ്യം പറയാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഗൂഗിൾ മീറ്റ് പോലത്തുള്ള ലിങ്കാണ്. ആ ലിങ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരും. ആ ലിങ്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കണം. ഞങ്ങൾക്ക് സാക്ഷ്യം ഓൺലൈനായിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് ഈ നമ്പറാണ് വിളിക്കേണ്ടത്. 62 82 03 76 69. ഈ നമ്പറിൽ വിളിച്ചിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സാപ്പിലോട്ട് ലിങ്ക് അയച്ചു തരും. അതെങ്ങനെ ലിങ്ക് അയച്ചു തരാൻ പറ്റിയ എന്ത് സംവിധാനത്തിലൂടെയും നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. ഇതിൽ നിങ്ങളോട് കേട്ടിട്ട് ആ സാക്ഷി ഞങ്ങൾ കേൾക്കും. ആദ്യം ആ സാക്ഷ്യത്തിൻ്റെ നല്ല ഭാഗങ്ങൾ, നമുക്ക് സമയം കുറവായതുകൊണ്ട് വിസ്തരിച്ച് പറയാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് നല്ല ഭാഗങ്ങൾ പറയും. ആ സാക്ഷ്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ സാക്ഷ്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ദൈവവചന പ്രഘോഷണവും ഉടനെ ആൾത്താറയിൽ നടക്കും. നിങ്ങളുടെ കിട്ടിയ ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതോടനുബന്ധിച്ചുകൊണ്ട് ആരാധനയാണ്. ആരാധനയും ഉടമ്പടി നൊവേനയുടെ രോഗസൗഖ്യ പ്രാർത്ഥന അതിഗംഭീരമാണ്. നിങ്ങൾക്കറിയാം, ആരാധനയുടെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഉടമ്പടി നൊവേനയുടെ രോഗസൗഖ്യ പ്രാർത്ഥന നടത്തും. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഓരോരോ രോഗങ്ങൾ, ഓരോരോ ഭാരങ്ങൾ, ഓരോരോ ജീവിത ക്ലേശങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകൃപാന തിരുസന്നിധി അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ഉടമ്പടി നൊവേനയുടെ രോഗസൗഖ്യ പ്രാർത്ഥന നടത്തും. അതിനുശേഷം ഉടമ്പടി ആരാധനയുടെ സമാപന ആശീർവാദമാണ്. ഇതിന് മരിയൻ തീർത്ഥാടനം എന്നാണ് എൻ്റെ പേര്. അത് നാളെയാണ് വൈകുന്നേരം 5 മണി വരെ തുടങ്ങുന്നത്. അപ്പോൾ ഈ നമ്പറിൽ ഇന്ന് തന്നെ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങളുടെ സാക്ഷ്യം അറിയിക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ തന്നെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാക്ഷ്യം ആദ്യമായിട്ടും ഞങ്ങളുടെ ഇമെയിലിൽ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളത് കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളെ വിളിക്കും. ചില സമയത്ത് നിങ്ങളുടെ സമയവും, അപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സമയവും ഇവിടുത്തെ സമയത്തിന് ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാക്ഷ്യം ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കും. പക്ഷേ ഓൺലൈനായിട്ട് പറയുന്നതാണ് ഈ ശുശ്രൂഷയുടെ രീതി. അതുകൊണ്ട് ഓൺലൈൻ പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളെ സ്തുതിച്ചാൽ മാത്രം മതി. ബാക്കി ഈശോ അമ്മയുടെ മധ്യസ്ഥ ചെയ്തോളൂ. നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങൾ, നിങ്ങളുടെ ലൈറ്റ് അക്കാൻഡിൽ വിഷയങ്ങൾ, നിങ്ങളുടെ തീർത്ഥാടന ഉടമ്പടി വിഷയങ്ങൾ, നിങ്ങളുടെ ഓൺലൈൻ ഉടമ്പടി വിഷയങ്ങൾ, നിങ്ങൾ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥനയിൽ കൂടുന്ന വിഷയങ്ങൾ, ഈ പ്രാർത്ഥന ഏതെല്ലാം നാളിൽ എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നു അവർക്കെല്ലാം ഇത് വലിയ അനുഭവമായി അനുഗ്രഹമായി മാറാൻ കർത്താവിൻ്റെ കൃപ ഈ ആരാധന നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 35 വർഷമായി ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കർത്താവെ അങ്ങയുടെ ദൃശ്യത്തിന് ഞങ്ങളുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ. ആ രോഗിയുടെ മേലെല്ലാം അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതെല്ലാം ഉള്ളം കാലം മുതൽ ഉച്ചവരെ മക്കൾ അനുഭവിക്കുന്ന ഓരോ രോഗികളെ, ഹൃദയ രോഗികളെ, കരട് രോഗികളെ, പാൻക്രിയാസ് രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ശിര സംബന്ധമായ രോഗികളെ, ചെവി സംബന്ധമായ രോഗികളെ, കണ്ണ് കാണാൻ പാടില്ലാത്തവർ, കണ്ണ് കാഴ്ചക്കുറവുള്ളവരെ, തിമിരം കയറി വളരുന്നവരെ, അങ്ങനെ എല്ലാ വ്യത്യസ്തമായ രോഗികളെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ പ്രാർത്ഥനയുടെ പ്രത്യാശയിൽ അങ്ങയുടെ തിരുസനെ സമർപ്പിച്ചുകൊണ്ട് അമ്മമാതാവിന് മധ്യസ്ഥ പ്രാർത്ഥിക്കരുത് കർത്താവ്. വാദരോഗികൾ, അസ്ഥി രോഗികൾ കർത്താവ്, പെസ്റ്റുല രോഗികൾ, പിസിഒഡി രോഗികൾ കർത്താവ് അങ്ങയുടെ തിരുസനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉദരാശയത്തിൽ കർത്താവ് ഗർഭാശയത്തിന് ശിഷ്ടമുള്ളവരെ അവരങ്ങയുടെ തിരുസന്നിധി അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ. അസ്ഥി രോഗികളെ,
നടുവരിന് വേദനയുള്ളവരെ, കശകൾ തെറ്റിപ്പോയവരെ, കിഡ്നി രോഗികൾ കർത്താവ് സ്പർശിക്കണമേ. കരരോഗികൾ, ഹൃദയ രോഗികൾ കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികൾ, കോവിഡ് രോഗികൾ, ക്യാൻസർ രോഗികൾ കർത്താവ്, വ്യത്യസ്തങ്ങളായ രോഗികളെ കർത്താവ്, വേദനിക്കുന്നവർ, മക്കളില്ലാത്തവരുമാണ് കർത്താവ്, അതിൻ്റെ ഭാരമായിട്ട് കർത്താവ് സിസ്റ്റമുള്ളവർ, ഗർഭാശയത്തിന് കട്ടിക്കുറവുള്ള കർത്താവ്, മൊബിലിറ്റി ഇല്ലാത്തവർ, കൗണ്ട് ഇല്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്, ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കർത്താവ്, നീ മാത്രം കർത്താവെന്ന് വിശ്വസിക്കുന്ന കർത്താവ്, നീ മാത്രം കർത്താവ് ദൈവമെന്ന് ഏറ്റുപറയുന്ന കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തികൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോകേണ്ടത് കൽപ്പിക്കുന്നു. കർത്താവിന് ശക്തിയൊക്കെ കർത്താവ്, വ്യത്യസ്തമായ ജീവിത അവസ്ഥകൾ കഴിയുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കൾ ഇല്ലാത്തവർ കർത്താവ്, നിശ്ചയ ജോലി ഇല്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളെ വിഷമിക്കുന്നവർ, കാർഷിക ഭൂമികളെ കർത്താവ് തകർന്നു പോയവർ, കീടം കയറിയവർ കർത്താവ്, ശത്രു കീടങ്ങൾ കർത്താവ് ആക്രമിക്കുന്നവർ കർത്താവ്, വരുമാനമില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളുള്ളവർ, വരുമാന മാർഗമുള്ളവർ ഇല്ലാത്തവർ കർത്താവ്, കടകൾ നടക്കുന്നവർ, വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ നടത്തുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്നവർ, വ്യത്യസ്തങ്ങളായ ഇടങ്ങൾ കർത്താവ് വേദനിക്കുന്നവരെ എല്ലാവരെയും ഏറ്റു പ്രാർത്ഥിക്കുന്നു. മക്കൾ കർത്താവ് പഠിക്കാത്തവർ, മക്കൾ കർത്താവ് തെറ്റായ പ്രണയ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയവർ, വിശ്വാസമില്ലാത്തവർ, പ്രാർത്ഥനയില്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവവിളിക്ക് പ്രതിസന്ധിയുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈശോ അവരെ സ്പർശിക്കണം കർത്താവ്. കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ എല്ലാവരെയും കർത്താവ്, ഉദ്യോഗസ്ഥന്മാർ കർത്താവ്, പ്രൊമോഷൻ നഷ്ടപ്പെട്ടവർ, പ്രൊമോഷന് വേണ്ടി പരിശ്രമിക്കുന്നവർ, ഒരു ട്രാൻസ്ഫർ വേണ്ടി ആഗ്രഹിക്കുന്നവർ കർത്താവ്, വിദേശ നാടുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. തടസ്സമുള്ളവർ, അവർക്ക് കർത്താവ് വിദേശ നാളിൽ അകപ്പെട്ടു പോയവർ, വിസയ്ക്ക് തടസ്സമുള്ളവർ കർത്താവ്, തിരിച്ചു പോരാൻ പറ്റാത്തവർ, അവിടെ കുടുങ്ങിപ്പോയവർ കർത്താവ്, അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവിടെ ജോലി ഇല്ലാത്തവർ കർത്താവ്, റിലീവിംഗ് വിസ കിട്ടാത്തവർ കർത്താവ്, അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവിടെ ജോലി നഷ്ടപ്പെട്ടവരെ കർത്താവ്, ഇവിടെ ജോലി നഷ്ടപ്പെട്ട് കർത്താവ്, നാട്ടിൽ വന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തവർ കർത്താവ്, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ സ്പർശിക്കട്ടെ. കൊച്ചുമക്കൾ കർത്താവ്, അവർ പ്രാർത്ഥനയില്ലാത്തവർ, വഴിതെറ്റിപ്പോയവർ കർത്താവ്, അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന തെറ്റായ കളികളിൽ കർത്താവ് ഏർപ്പെട്ടുകൊണ്ട് കർത്താവ്, കൊച്ചുമക്കളുടെ കർത്താവ് പഠനമില്ലാത്തവർ കർത്താവ്, അവരെല്ലാം കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോയെ ആഭിചാരങ്ങളിൽ കർത്താവ്, വ്യത്യസ്തങ്ങളായ ആഭിചാരങ്ങളിൽ പെട്ടുപെടുത്താവെ, ആത്മാവിന് കൃപ നഷ്ടപ്പെട്ടു പോയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബജീവിതം തകർന്നു പോയവരെ കർത്താവ്, വിവാഹ മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവരെ, കേസായിരിക്കുന്നവരെ, തർക്കം നടന്നുകൊണ്ടിരിക്കുന്നവർ കർത്താവെ, അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായ, റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ പരീക്ഷ തോറ്റുപോകുന്ന കർത്താവ്, വേദനിപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. HSCക്ക് പണം കൊടുത്തിട്ട് കർത്താവ്, അതുപോലെ പല റിക്രൂട്ട്മെൻറ്റ് കർത്താവ് ഇടപെടേണ്ട കർത്താവ്, അതിന് മറുപടിയില്ലാതെ കർത്താവ്, അതിന് റിപ്ലൈ ഇല്ലാതെ വേദനിക്കുന്നവർ, ഇമെയിൽ നോക്കി കർത്താവ് വിഷമിക്കുന്നവർ, എന്തെല്ലാം തരത്തിൽ വേദന അനുഭവിക്കുന്നു, അങ്ങനെ എല്ലാ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചിരങ്ങ രോഗികൾ, ചൊറി രോഗികളെ കർത്താവ്, വിസർപ്പ രോഗികൾ, അതിൽ സോറിയാസിസ് രോഗങ്ങൾ കർത്താവ്, എല്ലാ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രക്തത്തെ സ്പർശിക്കണമേ, രക്താർബുദങ്ങൾ സ്പർശിക്കണമേ, രക്തത്തെ കർത്താവ് രക്തം നിറയട്ടെ, രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളും ജീവിതദുരിതങ്ങളും യേശു നാമത്തെ അമ്മമാതാവിന്റെ മധ്യസ്ഥത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.